പ്രൈസ് ലോർഡ്. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് താമാർ എന്ന വേദപുസ്തകത്തിലെ ഒരു സ്ത്രീയെക്കുറിച്ചാണ്, സ്ത്രീരത്നത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. താമാർ എന്ന സ്ത്രീ. താമാർ ഒരു കനാന്യ സ്ത്രീയായിരുന്നു, അതായത് മോവാബ്യ സ്ത്രീയായിരുന്നു. നമുക്ക് താമാറിനെ കാണുവാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം അതിലെ 11 മുതലുള്ള വാക്യങ്ങളിലാണ് താമാറിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാറോട്, എൻ്റെ മകൻ ഷേല പ്രാപ്തി ആകുവോളം നീ അപ്പൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്നു പറഞ്ഞു. ഇവനെയും സഹോദരന്മാരെയും പോലെ മരിച്ചു പോകരുത് എന്ന് അവൻ വിചാരിച്ച് അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. യഹൂദ ലേയുടെ മകനാണ്, അതായത് യാക്കോബിൻ്റെ മകനാണ് ലേ. യാക്കോബിന് തൻ്റെ ഭാര്യയായ ലേയിൽ ജനിക്കപ്പെട്ട മകനാണ് യഹൂദ. യഹൂദയുടെ മൂത്ത മകൻ്റെ ഭാര്യയാണ് ഈ താമാർ എന്ന വ്യക്തി. മൂത്ത മകനിൽ താമാറിന് ഒരു പൈതൽ ജനിച്ചിരുന്നില്ല. മൂത്ത മകൻ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോകാനിടയായി. അങ്ങനെ താമാർ വിധവയായി. പണ്ട് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, സഹോദരൻ മരിച്ചാൽ സഹോദരൻ്റെ ഭാര്യയെ സഹോദരന് മകനെ കൊടുക്കുന്നതിന് വേണ്ടി അനുജനായിരിക്കുന്ന, അതായത് ബ്രദർ ഇൻ ലോ, വിവാഹം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ താമാറിൻ്റെ ഭർത്താവിൻ്റെ അനുജൻ വിവാഹം കഴിച്ചു. പക്ഷേ അവൻ ആഗ്രഹിച്ചില്ല അവളിൽ ഒരു പൈതൽ ജനിക്കുവാൻ. മൂത്തതായിട്ട് ജനിക്കുന്ന പൈതൽ ജ്യേഷ്ഠൻ്റെ മകൻ എന്ന അവകാശത്തിലേക്ക് കടന്നു വരും. ആ മൂത്തവൻ്റെ മക്കൾക്കാണ് കുടുംബത്തിലെ അവകാശം കൈമാറി പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവൻ ആഗ്രഹിച്ചില്ല തനിക്ക് ഒരു കുഞ്ഞ് ജനിക്കുവാൻ. തനിക്ക് ആദ്യം ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് ജ്യേഷ്ഠൻ്റെ മകനായിട്ട് കണക്കാക്കുവാൻ ഇടയാകും. ബാക്കിയുള്ളവരെ അവൻ്റെ മകനെന്ന് കണക്കാക്കുകയുള്ളൂ, അവൻ്റെ മക്കളെന്ന് കണക്കാക്കുകയുള്ളൂ. അതുകൊണ്ട് താമാറിൽ ഒരു കുഞ്ഞ് ജനിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവനും മരിച്ചുപോയി. പിന്നെ മൂന്നാമതൊരു ഇളയ സഹോദരൻ ഉണ്ടായിരുന്നു, അത് പ്രായത്തിൽ കുറവായിരുന്നു. ഈ 2 മക്കളും മരിച്ചപ്പോൾ താമാറിന് എന്തോ പ്രയാസമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്ന് യഹൂദ വിചാരിച്ചിട്ട് തൻ്റെ ഇളയ മകൻ കൂടി തനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് യഹൂദ ചിന്തിച്ചിട്ട് യഹൂദ എന്തു ചെയ്തു? താമാറിനെ തൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി പാർക്കുവാനും ഇവൻ വലുതാകട്ടെ എന്നു പറഞ്ഞ് അവളെ പറഞ്ഞയക്കുവാനിടയായി തീർന്നു. എന്നാൽ താമാർ അവിടെ താമസിച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും താമാറിനെ തൻ്റെ അമ്മായി അപ്പനായ യഹൂദ തിരിച്ചു വിളിക്കാതെ ഇരുന്നപ്പോൾ താമാറിന് മനസ്സിലായി തൻ്റെ അമ്മായി അപ്പൻ തന്നെ ചതിച്ചതാണെന്ന് മനസ്സിലാകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ യഹൂദ വയസ്സു ചെന്നു, മക്കളെല്ലാം മരിച്ചു, തനിക്ക് തലമുറകൾ ഇനിയില്ല, തൻ്റെ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ, തൻ്റെ സ്വത്തുവകകളെ നോക്കി നടത്തുവാൻ തനിക്ക് ഒരു മക്കളും ഇല്ല എന്ന് കണ്ട് വളരെ വേദനിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ ഒരു സുഹൃത്തുമായി ചേർന്ന് ആടുകളുടെ രോമം കത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു പോകുവാനിടയായിത്തീർന്നു. അവിടെ ഒരു വഴിയമ്പലത്ത് യഹൂദ പാർക്കുന്നതായ സമയത്ത് താമാർ വിധവയുടെ വേഷമെല്ലാം പൂർണ്ണമായും എടുത്തു മാറ്റിയിട്ട് ഒരു
വേശ്യയെ പോലെ ഒരുങ്ങി അവൾ ചെന്ന് അവിടെ ഇരിക്കുവാൻ ഇടയായി തീർന്നു. അവളിൽ യഹൂദയ്ക്ക് മോഹം തോന്നി. അത് വേശ്യയാണെന്ന് വിചാരിച്ചിട്ട് വേശ്യയുടെ അടുത്തേക്ക് യഹൂദ കടന്നു പോകുവാനിടയായി. അങ്ങനെ അവളുമായി ശയിക്കുകയും അവൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്യുവാനിടയായി. അവളോട് ശയിച്ചതിന് അവൾക്ക് എന്തു പ്രതിഫലം വേണം എന്ന്, അവൾക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തുവിടാം എന്ന് പറഞ്ഞ് യഹൂദ മടങ്ങിപ്പോവാൻ പോയപ്പോൾ, നീ കൊടുത്തുവിടും എന്നുള്ളതിന് എന്തോന്നാണ് എനിക്കുറപ്പ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീ എനിക്ക് നിന്റെ മുദ്രമോതിരവും നിന്റെ ആ വടിയും നീ എനിക്ക് നൽകിയിട്ട് പോകണമെന്ന് താമാർ പറയുവാനിടയായി തീർന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ താമാർ ഗർഭിണിയാണെന്ന് താമാറിന് മനസ്സിലാവുകയും ഇതറിഞ്ഞ ആൾക്കാർ താമാർ ഗർഭിണിയാണ് എന്ന് നാട്ടിൽ പറയുവാനിടയായി. അത് യഹൂദ കേട്ടിട്ട് യഹൂദ അവളെ വേശ്യയായി മുദ്ര കുത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ അവളെ വേശ്യയായി മുദ്ര കുത്തിയപ്പോൾ അവൾ എന്തിനാണ് അവൾ ഈ മുദ്രമോതിരവും അവൻ്റെ വടിയും വാങ്ങിക്കുവാനിടയായത്? മറ്റുള്ളവർ അവളെ നിന്ദിക്കുമ്പോൾ, അവളെ വേശ്യ എന്ന് ചിത്രീകരിക്കുമ്പോൾ അവൾ വേശ്യയല്ല, അവൾ യഹൂദയിൽ നിന്ന് തന്നെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. യഹൂദയ്ക്ക് തലമുറയെ കൊടുക്കുവാനാണ് അവൾ തീരുമാനിച്ചത് എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്കും യഹൂദയ്ക്കും കൊടുക്കുവാനായിട്ടാണ് അവൾ അത് മേടിക്കുവാനിടയായി തീർന്നത്. പക്ഷേ യഹൂദ പറഞ്ഞതുപോലെ യഹൂദ തൻ്റെ സുഹൃത്തിൻ്റെ കൈവശം ആടിനെയും കൊടുത്ത് ആ വഴിയമ്പലത്തിലേക്ക് കൊടുത്തു വിട്ടപ്പോൾ അങ്ങനെ അവിടെ ഒരു വേശ്യ ഇല്ല എന്ന് അവിടെയുള്ള നാട്ടുകാർ അവനോട് പറയുവാനിടയായി തീർന്നു. അതേപോലെ അവൻ തിരിച്ചു വന്ന് യഹൂദയോട് പറഞ്ഞു, അങ്ങനെ ഒരു വേശ്യ ആ നാട്ടിൽ അവർ കണ്ടിട്ടേയില്ല എന്നാണ് പറയുന്നത് എന്ന്. എന്നിട്ടും യഹൂദ അതിശയിച്ചു. തന്നോടൊപ്പം ശയിച്ചവൾ പിന്നെ ആര് എന്ന്. പിന്നെയാണ് അറിയുവാനിടയായത്, തന്നോടൊപ്പം ശയിച്ചത് തൻ്റെ മകൻ്റെ ഭാര്യയാണ്, തൻ്റെ മരുമകളായ താമാർ തന്നെയാണ് എന്ന് അവന് മനസ്സിലാക്കുവാനിടയായി തീർന്നത്. യഹൂദ അവളെക്കുറിച്ച് പറഞ്ഞത്, അവൾ എന്നിലും നീതിയുള്ളവൾ എന്നാണ് യഹൂദ അവളെക്കുറിച്ച് സാക്ഷീകരിക്കുവാനിടയായത്. അവൾ എന്നിലും നീതിയുള്ളവൾ എന്നാണ് സാക്ഷീകരിക്കുവാൻ ഇടയായി തീർന്നത്. 38:11 മുതൽ നമുക്ക് വായിക്കുമ്പോൾ, അപ്പോൾ യഹൂദ തൻ്റെ മരുമകളായ താമാറോട്, എൻ്റെ മകൻ ശേല പ്രാപ്തിയാവുവോളം നീ അവൻ്റെ വീട്ടിൽ വിധവയായി പാർക്ക എന്ന് പറഞ്ഞു. ഇവനും സഹോദരന്മാരെ പോലെ മരിച്ചു പോകുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ താമാർ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്തു. കുറേ കാലം കഴിഞ്ഞിട്ടും ശൂവയുടെ മക്കൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. ശൂവയുടെ മകൾ യഹൂദയുടെ ഭാര്യ മരിച്ചു. യഹൂദയുടെ ദുഃഖം മാറിയ ശേഷം അവൻ തൻ്റെ സ്നേഹിതൻ അതുല്ലാമ്യനായി ഹീരായോടുകൂടെ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് പോയി. നിന്റെ അമ്മായപ്പൻ തൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരത്തിന് തിന്മയ്ക്ക് പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി. ശേല പ്രാപ്തിയായിട്ടും തന്നെ അവന് ഭാര്യയായി കൊടുത്തില്ല എന്ന് കണ്ടിട്ട് അവൾ വൈധവ്യ വസ്ത്രം മാറ്റിവെച്ച് ഒരു മൂടുപടം മൂടി പുതച്ച് തിമ്നയ്ക്ക് പോകുന്ന വഴിയുള്ള എനേ പട്ടണത്തിൻ്റെ ഗോപുരത്തിൽ ഇരുന്നു. യഹൂദ അവളെ കണ്ടപ്പോൾ അവൾ മുഖം മൂടിയിരിക്കുന്നത് കൊണ്ട് ഒരു വേശ്യ എന്ന് നിരൂപിച്ചു. അവൻ വഴിയരികെ അവളുടെ അടുക്കലേക്ക്
തിരിഞ്ഞു തൻ്റെ മരുമകൾ എന്ന് അറിയാതെ വരിക, ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ അടുക്കൽ വരുന്നതിന് നീ എനിക്ക് എന്തു തരും എന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻകുട്ടിയിൽ നിന്ന് ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്ക് കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു. നീ കൊടുത്തയക്കുവോളത്തിന് ഒരു പണയം തരുമോ എന്ന് അവൾ ചോദിച്ചു. എന്തു പണയം തരണം എന്ന് അവൻ ചോദിച്ചതിന്, നിന്റെ മുദ്രമോതിരവും മോതിരച്ചരടും നിന്റെ കയ്യിലെ വടിയും എന്ന് അവൾ പറഞ്ഞു. ഇവയൊക്കെയും കൊടുത്ത് അവൻ അവളുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. പിന്നെ അവൾ എഴുന്നേറ്റ് പോയി തൻ്റെ മൂടുപടം നീക്കി വൈധവ്യ വസ്ത്രം ധരിച്ചു. സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണയം മടക്കി വാങ്ങേണ്ടതിന് യഹൂദ കദുല്ലാമ്യനായ സ്നേഹിതന്റെ കൈവശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. അവൻ അവളെ കണ്ടില്ലതാനും. അവൻ ആ സ്ഥലത്ത് ആളുകളോടും ഏനേമിൽ വഴിയരികെ ഇരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചതിന്, ഇവിടെ ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ മടങ്ങി വന്ന്, ഞാൻ അവളെ കണ്ടില്ല, ഈ സ്ഥലത്ത് ഒരു വേശ്യയും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെയുള്ളവർ ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ യഹൂദ, നമുക്ക് അപകീർത്തി ഉണ്ടാകാതിരിപ്പാൻ അവൾ അത് എടുത്തുകൊള്ളട്ടെ, ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, നീ അവളെ കണ്ടില്ലതാനും എന്ന് പറഞ്ഞു. ഏകദേശം 3 മാസം കഴിഞ്ഞിട്ട് നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്ത് പരസംഗത്താൽ ഗർഭിണി ആയിരിക്കുന്നു എന്ന് യഹൂദയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ യഹൂദ, അവളെ പുറത്തു കൊണ്ടുവരുവിൻ, അവളെ ചുട്ടുകളയണം എന്ന് പറഞ്ഞു. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ അമ്മായപ്പൻ്റെ അടുക്കൽ ആളയച്ച്, ഇവയുടെ ഉടമസ്ഥനായ പുരുഷനാൻ ആകുന്നു ഞാൻ ഗർഭിണി ആയിരിക്കുന്നത്. ഈ മുദ്രമോതിരവും മോതിരച്ചരടും വടിയും ആർക്കുള്ളത് എന്ന് നോക്കി അറിയണം എന്ന് പറയിച്ചു. യഹൂദ അവയെ അറിഞ്ഞു. അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ഷേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചതുമില്ല. 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹൂദ അവയെ അറിഞ്ഞ്, അവൾ എന്നിലും നീതിയുള്ളവൾ, ഞാൻ അവളെ എൻ്റെ മകൻ ഷേലാവിന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അതിൽ പിന്നെ അവളെ പരിഗ്രഹിച്ചില്ല. പിന്നെ അവൾ ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചു. താമാർ അവൾക്ക് പ്രസവകാലം ആയപ്പോൾ അവളുടെ ഗർഭത്തിൽ ഇരട്ട പിള്ളകൾ ഉണ്ടായിരുന്നു. അവൾ പ്രസവിക്കുമ്പോൾ ഒരു പിള്ള കൈ പുറത്തു നീട്ടി. അപ്പോൾ സ്തുതികർമ്മിണി ഒരു ചുവന്ന നൂൽ എടുത്ത് അവൻ്റെ കൈക്കു കെട്ടി, ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവനോ കൈ പിന്നെയും അകത്തേക്ക് വലിച്ചു. അപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നീ ഛിദ്രം ഉണ്ടാക്കിയത് എന്ത് എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവന് പേരസ് എന്ന് പേരിട്ടു. അതിനുശേഷം കൈമേൽ ചുവന്ന നൂലുള്ള അവൻ സഹോദരൻ പുറത്തു വന്നു അവന് സേരഫ് എന്ന് പേരിട്ടു. ഈ പേരസിൻ്റെ, അതായത് താമാറിന് 2 മക്കൾ ജനിക്കുന്നു, ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. അതിൽ പേരസും സേരഹും. അതിൽ പേരസിൻ്റെ വംശപരമ്പരയിലാണ് യേശു കർത്താവ് ജനിക്കുന്നത്. അങ്ങനെ ആണ് യേശു കർത്താവിൻ്റെ ആ രാജപരമ്പരയിൽ താമാറിൻ്റെ പേരിന് സ്ഥാനം ലഭിക്കുവാനിടയായി തീർന്നത്.
മത്തായി 1-3 താമാറിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ വംശ പരമ്പരയെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുമ്പോൾ അവിടെ താമാറിൻ്റെ പേരിന് സ്ഥാനം പിടിക്കുവാൻ ഇടയായി തീർന്നു. അത് മാത്രവുമല്ല, രൂത്തിൻ്റെ പുസ്തകത്തിൽ 4:12 രൂത്തിനെ ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരസിന്റെ ഗൃഹം പോലെ ആയിരിക്കട്ടെ എന്ന് മൂപ്പന്മാർ രൂത്തിനെയും ബോവസിനെയും നോക്കി പറയുന്നത് ആണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. രൂത്തിന്റെ പുസ്തകം 4-12 നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അങ്ങനെ താമാർ എന്ന വ്യക്തിക്ക് രൂത്തിന്റെ പുസ്തകത്തിലും മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ പരമ്പരയിൽ, യേശുവിൻ്റെ രാജ്യപരമ്പരയിൽ, ആ കുടുംബത്തിൻ്റെ പരമ്പരയിൽ സ്ഥാനം കയറുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് താമാർ യഹൂദയിൽ നിന്ന് യഹൂദയുടെ വംശപരമ്പര നിലനിർത്തി കൊണ്ടുപോയത്. ആ വംശപരമ്പരയിലാണ് യേശു കർത്താവ് ജനിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയാണ് താമാർ വേശ്യാവൃത്തി ചെയ്തെങ്കിലും അത് മറ്റുള്ളവരോടല്ല വേശ്യാവൃത്തി ചെയ്തത്, തൻ്റെ കുടുംബത്തിൻ്റെ പരമ്പര നിലനിർത്തുവാൻ. തൻ്റെ അമ്മായിയപ്പൻ അതിന് അനുവാദം കൊടുക്കാതെ ഇരുന്നപ്പോൾ അമ്മായിയപ്പനെ ചതിച്ചുകൊണ്ടാണ് അവൾ അമ്മായിയപ്പൻ ഒരു തലമുറയെ കൊടുക്കുവാനായിട്ട് അവൾ തീരുമാനിച്ചത്. അതുകൊണ്ട് അവളെ വേശ്യ എന്നും പറയുവാൻ കഴിയുകയില്ല. പണ്ടത്തെ ആ സംസ്കാരം അനുസരിച്ച് ആ കുടുംബത്തിലുള്ള ഏതെങ്കിലും പുരുഷൻ വഴി അവിടെ ഒരു തലമുറ ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതാണ് താമാർ അവിടെ ചെയ്യുവാൻ ഇടയായി തീർന്നത്. താമാർ മോവാബ്യ സ്ത്രീ ആണെങ്കിലും ഇസ്രയേൽ വംശ പരമ്പരയിൽ അവളുടെ പേര് വരാൻ കാരണം ഇതുകൊണ്ടാണ്. യഹൂദയുടെ മരുമകളുമാണ്, യഹൂദയുടെ കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് താമാർ.